ഹായ് ഓൾ, നമ്മുടെ ഈ ക്ലാസ് എന്ന് പറയുന്ന കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ഞാൻ പറഞ്ഞു ഡിഗ്രി പ്രിലിംസ് എക്സാം മെയ് 24 നടക്കുന്നതിന് മുൻപായിട്ട് 20 ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സിൻ്റെ ടോപ്പിക്കുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതാണ് ജെ.സി. ഡാനിയേൽ പുരസ്കാരം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം മലയാള ചലച്ചിത്ര ലോകത്ത് അല്ലെങ്കിൽ മലയാള ചലച്ചിത്ര സംഭാവനയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത ചലച്ചിത്ര പുരസ്കാരമാണ് ഇത് ജെ.സി. ഡാനിയേൽ പുരസ്കാരം. കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത ചലച്ചിത്ര പുരസ്കാരമാണ് ജെ.സി. ഡാനിയേൽ പുരസ്കാരം. 5 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. അപ്പോൾ അവസാനമായിട്ട് കൊടുത്തിരിക്കുന്നത് 2023-ലാണ്. 2023 പുരസ്കാരം കൊടുത്തത് 2024-ലാണ്. അപ്പോൾ 2023 മുതലാണ് നമ്മൾ പഠിക്കേണ്ടത്. ഏറ്റവും അവസാനം കൊടുത്തത് ഓർത്തു വയ്ക്കുക. 2023 ജെ.സി. ഡാനിയേൽ ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹനായത് ഷാജി എൻ കരുണാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇപ്പം നടക്കുന്ന എക്സാമിനേഷൻ ചോദിച്ചില്ലെങ്കിൽ പോലും ഇനി നടക്കാൻ പോകുന്ന ഏതെങ്കിലും എക്സാമിനേഷൻ ഷാജി എൻ കരുണിനെ പറ്റി ഈ ഒരു ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ ഉറപ്പാണ്. നമുക്കറിയാം എന്താണ് റീസൺ എന്നുള്ളത്, അല്ലേ? അപ്പോൾ ഓർത്ത് വയ്ക്കുക, 2023-ലാണ് അവസാനം കൊടുത്തത്. 2023 ജെ.സി. ഡാനിയേൽ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ഷാജി എൻ കരുണാണ്. ഇത് പഠിക്കുമ്പോൾ നമ്മൾ തൊട്ട് പിന്നാലെയുള്ള വർഷവും കൂടി പഠിച്ചു വെക്കണം. 2022 2022 ജെ.സി. ഡാനിയേൽ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ടി.വി. ചന്ദ്രനാണ്. അപ്പോൾ നോക്കുക, 2023 ലാസ്റ്റ് കൊടുത്തതാണ് ജെ.സി. ഡാനിയേൽ ചലച്ചിത്ര പുരസ്കാരം. 2023 അർഹനായത് ഷാജി എൻ കരുൺ. 2022 ജെ.സി. ഡാനിയേൽ ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹനായത് ടി.വി. ചന്ദ്രൻ. ജെ.സി. ഡാനിയേൽ പുരസ്കാരം ഏറ്റവും ആദ്യം ലഭിക്കുന്നത് ടി.ഇ. വാസുദേവനാണ്. അപ്പോൾ ഒരു ചെറിയ ക്ലാസ് ആണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ടാണ് ഈ 20 ടോപ്പിക്സിൽ ഉൾപ്പെടുത്തി തന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് പഠിക്കുക. താങ്ക്